ജിമ്മി ജെയിംസ്, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന ഓൺട്രപ്രണർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ കണ്ണിലുണ്ണിയായിട്ടാണ്. രാജ്യസഭാംഗമായിരുന്നു കർണാടകയിൽ. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ BJP അധ്യക്ഷനെക്കുറിച്ചുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെയൊക്കെ രാഷ്ട്രീയ തിരിച്ചടിയാകും, അഥവാ രാഷ്ട്രീയ തിരിച്ചടിയാകുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. കേരള രാഷ്ട്രീയത്തിൽ വളരെ പ്രതീക്ഷയോടെ വന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ. രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാൻ പോകുന്നു എന്ന വാർത്ത വന്നിട്ട് കുറേ കാലമായി. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെട്ട ഒരു കാലം അദ്ദേഹം ഇവിടെ മത്സരിക്കുന്നതിന് വളരെ മുമ്പാണ്. BDJSൻ്റെ രൂപീകരണത്തിന് വരെ പിന്നിൽ ചരട് വലിച്ച ഒരു രാഷ്ട്രീയ ബുദ്ധി കൂടി രാജീവ് ചന്ദ്രശേഖരൻ്റേതായിരുന്നു. അങ്ങനെയാണ് BDJS രൂപീകൃതമാകുന്നത്. അതിനുശേഷം രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയാകുന്നു. ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തേക്ക് മത്സരിക്കാൻ വരുന്നു. തിരുവനന്തപുരത്തേക്ക് മത്സരിക്കാൻ വരുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ശശി തരൂർ പോലെ തന്നെ വ്യത്യസ്തനായ ഒരു മുഖമാണ്. സ്ഥിരം രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ്. അദ്ദേഹം അമേരിക്കയിൽ നിന്ന് വലിയ വിദ്യാഭ്യാസമൊക്കെ നേടി ഇന്ത്യയിൽ വരുന്നു, BPLൻ്റെ ഭാഗമാകുന്നു. BPL മൊബൈൽ എന്ന പ്രസ്ഥാനം ലോഞ്ച് ചെയ്യുന്നു. ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്ത് വലിയ വിപ്ലവം നടത്തിയ ടെക്നോക്രാറ്റ് എന്ന രീതിയിൽ പേരെടുത്ത ഒരു മനുഷ്യൻ. അതിനുശേഷം കർണാടകത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് വരുന്നു. അതിനുശേഷം BJPക്കാരനാകുന്നു. പിന്നെ കേരളത്തിലേക്ക് വരികയാണ്. കേരളത്തിൽ വരുമ്പോൾ വളരെ വലിയ പോരാട്ടമാണ് തിരുവനന്തപുരത്ത് ലോക്സഭാ മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ കാഴ്ചവെച്ചത്. ശശി തരൂർ വെറും 15,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. അതൊരു വിജയമേ അല്ല. അപ്പോൾ അത്രയും പ്രതീക്ഷ നൽകി വലിയ ഫൈറ്റാണ്. ഞാൻ വിചാരിച്ചിരുന്ന രാജീവ് ചന്ദ്രശേഖർ ആ തീരുമാനം, തിരുവനന്തപുരത്ത് മത്സരിക്കാനെടുത്ത തീരുമാനം അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. അദ്ദേഹത്തിന് അതിൽ വലിയ അതൃപ്തിയായിരുന്നു. അദ്ദേഹം ബാംഗ്ലൂരാണ് പ്രതീക്ഷിച്ചിരുന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ജയിച്ചേനെ. അതായിരുന്നു സ്ഥിതി. അവിടെ നിന്ന് രാജീവ് ചന്ദ്രശേഖരൻ്റെ കേരളത്തിലെ അടുത്ത ഇന്നിങ്സ് തുടങ്ങുന്നത് അദ്ദേഹം BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടാണ്. അദ്ദേഹം സംസ്ഥാന പ്രസിഡൻ്റായിട്ട് വരുമ്പോൾ പല പേരുകൾക്കിടയിൽ ഇങ്ങനെ ഒരു നേതാവിനെ പിക്ക് ചെയ്യുന്നതിനകത്ത് കേരളത്തിൽ ഇത് പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമല്ല BJP മുന്നിൽ കണ്ടിരുന്നു. ഒരു ടെക്നോക്രാറ്റായ മനുഷ്യൻ, സ്ഥിരം രാഷ്ട്രീയക്കാരനല്ല, വളരെ നല്ലത്. കേരളത്തിൽ അങ്ങനെ ഒരാളില്ല ശശി തരൂർ ഒഴിച്ചാൽ. ശശി തരൂർ ആണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടുന്ന ആളുമല്ല. അങ്ങനെ പ്രതീക്ഷയോടുകൂടി വരുന്നു. അദ്ദേഹം ഷോൺ ജോർജ്, അനൂപ് ജേക്കബ് മുതലായ ക്രിസ്ത്യൻ മേഖലയിൽ നിന്നുള്ള അനൂപ് ആൻ്റണി എന്ന രണ്ടുപേരെ കൊണ്ടുവരുന്നു. അങ്ങനെ എങ്ങനെയാണ് BJP രാഷ്ട്രീയം തിരിയാൻ പോകുന്നതെന്നുള്ളതിൻ്റെ ഒരു ദിശാസൂചന കൂടി അദ്ദേഹം നൽകി. അവിടെ നിന്ന് പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ്റെ ലോഞ്ച് ശരിയായില്ല എന്നുള്ളതാണ് പിന്നീട് നമ്മൾ കേൾക്കുന്ന കാഴ്ച. മുമ്പുണ്ടായിരുന്ന BJPയുടെ കേരളത്തിലെ ഘടാഘടിയൻ നേതാക്കന്മാർ, പഴയ സംസ്ഥാന പ്രസിഡന്റ്, അതിന് മുമ്പുണ്ടായിരുന്ന സംസ്ഥാന പ്രസിഡന്റ്, ഇവർക്കെല്ലാം അതൃപ്തിയായി മാറുകയാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ മുമ്പോട്ട് തന്നെ പോകുന്നു. അദ്ദേഹം ഏറ്റവും അവസാനം കാവി അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലെ കാർഡുകളിലൊന്നും വേണ്ട, അതായത് പച്ച വേണ്ട, കാവി വേണ്ട, പകരം നീലയും ചുവപ്പും ഉപയോഗിക്കാം, നല്ല ചുവപ്പിലൊക്കെയാണ് അദ്ദേഹം കാർഡുകൾ അടിച്ചത്. അങ്ങനെ വേറൊരു രാഷ്ട്രീയ ലൈൻ പിടിക്കുന്നു. വളരെ വലിയ എതിർപ്പുണ്ടാകുന്നു. ഏറ്റവും അവസാനം ഞങ്ങളെ ഒന്നും ഈ പരിപാടിയിൽ ഒരു പരിപാടിയിലും സഹകരിപ്പിക്കുന്നില്ല എന്ന് ഏതാണ്ട് പരസ്യമായി പറയുന്ന രീതിയിലേക്ക് മറ്റ് നേതാക്കന്മാർ മാറുന്നു. ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് പ്രസിഡന്റ് ചോദിക്കും, ഞങ്ങളല്ലല്ലോ എന്ന മട്ടിലേക്ക് പോകുന്നു. അവസാനം ഇന്നലെ ആകുമ്പോഴേക്കും അത് പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ്. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള സെക്രട്ടേറിയറ്റ് വളയൽ, അത് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പരിപാടിയായിരുന്നു. രാപ്പകൽ സമരമായിരുന്നു. അതിൽ നമുക്കറിയാവുന്ന പേരുകളൊന്നും സുരേന്ദ്രനൊന്നും ആ വഴിക്ക് കണ്ടില്ല. അതിനോടൊന്നും അവർ കാര്യമായിട്ട് പ്രതികരിക്കുന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, അതാണ് രാജീവ് ചന്ദ്രശേഖരൻ രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ ഇന്നിങ്സിൻ്റെ ഒരു സ്ഥിതി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിനെതിരെ ഒരു വളരെ വലിയ ഒരു ആരോപണം കർണാടകത്തിൽ നിന്ന് വരുന്നത്. കർണാടകത്തിൽ നിന്നുള്ള അദ്ദേഹത്തിനുള്ള ആരോപണം ഭൂമി കുംഭകോണമാണ്. ഇതിന് കേരള രാഷ്ട്രീയത്തിൽ ഇതിനു മുമ്പൊരു ഒരു പാരലുണ്ട്. അത് നമ്മുടെ കൊച്ചിയിലെ കളമശ്ശേരി തന്നെയാണ്. കളമശ്ശേരിയിൽ ഓർക്കുന്നുണ്ടോ, പണ്ട് VS അച്യുതാനന്ദൻ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വലിയ ഭൂമി കുംഭകോണമുണ്ട്. അത് HMT ലാൻഡ് ഡീലാണ്. അത് പറഞ്ഞാൽ കുറച്ചുകൂടെ മലയാളികൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണെന്ന്. കേരള സർക്കാർ സൗജന്യമായി HMTക്ക് ഏക്കർ കണക്കിന് ഭൂമി കൊടുക്കുന്നു സൗജന്യമായി. HMT അവിടെ അവരുടെ പ്രവർത്തനം തുടങ്ങുന്നു. HMT വളരെ വലിയൊരു ഇൻഡസ്ട്രിയൽ കോംപ്ലക്സായി മാറുന്നു. അതിനുശേഷം HMT ക്ഷയിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഉപയോഗിക്കാത്ത ഒരു 70 ഏക്കർ ഭൂമി അത് HDAലിന് കൊടുക്കുകയാണ്. ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്, HDAലിന് കൊടുക്കുന്നു. അത് സൗജന്യമായി കേരള സർക്കാർ കൊടുത്ത ഭൂമി HDAലിന് കൊടുക്കുന്നത് പക്ഷേ 91 കോടി രൂപയ്ക്കാണ്. HDAൽ അവിടെ ഒരു IT പാർക്ക് പണിയാൻ പോവുകയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിടെയാണ് ഈ വിഷയം തിരിയുന്നത്. VS അച്യുതാനന്ദൻ അതിൽ കയറി പിടിക്കുന്നു. VS ചോദിച്ച ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, കേരള സർക്കാർ സൗജന്യമായി നിങ്ങൾക്ക് ഭൂമി തന്നത് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാനാണ്. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ തന്ന ഭൂമി നിങ്ങൾ എങ്ങനെയാണ് വലിയ ലാഭത്തിന് സൗജന്യമായി കിട്ടിയ ഭൂമി കുറച്ചു കാലം കഴിയുമ്പോൾ 91 കോടിക്ക് നിങ്ങളെങ്ങനെയാണ് മറിച്ച് വിൽക്കാനാവുക എന്ന് ചോദിച്ചു വളരെ വലിയ രാഷ്ട്രീയ ചോദ്യമായി മാറുന്നുണ്ട്. ഇന്ന് HMTയുടെ ആ ഭൂമിയുടെ ഒരു ഭാഗം
4-5 ദിവസം മുമ്പ് സീപോർട്ട് എയർപോർട്ട് റോഡിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഭൂമിയുടെ ഒരു ഭാഗം ഇപ്പോൾ മറ്റേ ജഡ്ജ് ഹൈക്കോടതിയുടെ പുതിയ സമുച്ചയത്തിൻ്റെ ഒരു കോംപ്ലക്സ് വരുന്നതിലേക്ക് മാറുകയാണ്. അപ്പോൾ കേരളത്തിൽ ഈ നിസാര വിലയ്ക്ക് ഭൂമി കൈക്കലാക്കുന്ന വലിയ ഇൻഡസ്ട്രിയൽ ഭീമന്മാർ അത് പിന്നെ ഒരു മറച്ചു വയ്ക്കുന്നതിൻ്റെ കഥയൊക്കെ നമുക്ക് ഒരുപാട് പരിചയമുണ്ട്. അങ്ങനെയുള്ള ഫൈറ്റ് കേരളത്തിൽ VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് നിസാര വിലയ്ക്ക് ഭൂമി വാങ്ങുക, പിന്നെയാണ് എങ്ങനെയാണത് പല കൈകൾ മറിഞ്ഞ് ശതകോടികളുടെ വലിയ കച്ചവടമായി മാറുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. ആ കോണ്ടെക്സ്റ്റിൽ ബാംഗ്ലൂരിലെ നമ്മളിപ്പോൾ കേൾക്കുന്ന സ്റ്റോറി നമുക്ക് രസകരമായി തോന്നും. അതിൽ ഈ പരാതി ഉന്നയിക്കുന്ന കക്ഷി അഡ്വക്കേറ്റ് കെ എൻ ജഗദീഷ് പറയുന്നതും സമാനമായ ഒരു കഥയാണ്. അവിടെ ബാംഗ്ലൂർ ഇത് ചരിത്രം നടക്കുന്നത് 1990-കളിലാണ്. 1990-കളുടെ തുടക്കത്തിൽ IT ബൂമിൻ്റെ സമയത്ത്, വലിയ ഇൻഡസ്ട്രിയൽ ബൂമിൻ്റെയൊക്കെ സമയത്ത് 175 ഏക്കർ ഭൂമി, ഈ പരാതിയിൽ പറയുന്ന അനുസരിച്ചാണ് 175 ഏക്കർ ഭൂമി അവിടെ BPL കമ്പനിക്ക് പുതിയ വ്യവസായം തുടങ്ങാൻ, ടെലിവിഷൻ സെറ്റുകൾ നിർമ്മിക്കാനൊക്കെ ആയിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഈ കഥ തുടങ്ങുന്നത്. അത് കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ഭൂമി അത് കർഷകരുടെ കയ്യിൽ നിന്ന് ഏതാണ്ട് 1 ലക്ഷത്തിന് മുകളിൽ കഷ്ടിച്ച് 1.1, അതായത് 1,10,000 രൂപയ്ക്കാണ് ഒരേക്കറിന് 1,10,000 രൂപയ്ക്ക് കർഷകരിൽ നിന്ന് വാങ്ങിച്ചു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. അത് 175 ഏക്കർ ഭൂമിയാണ്. ആ 175 ഭൂമിയുടെ ഇടപാട് നടക്കുന്നത് 96. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വ്യവസായ ആവശ്യത്തിന് ഭൂമി കൈമാറുമ്പോൾ അതാദ്യം പൊസഷനാണ് കൊടുക്കുക. ഭൂമി പൊസസ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിൽക്കാനോ ഒന്നും അവകാശമില്ല, നിങ്ങൾക്ക് അതിന് കൈവശാവകാശമുണ്ട്. നിങ്ങളോട് പണിയെടുത്തോളൂ, എത്ര കാലം വേണമെങ്കിലും കൈവശാവകാശമുണ്ട്. അത് നിങ്ങൾക്ക് വിൽക്കാനാവില്ല. എത്ര കാലത്തേക്ക് വേണമെങ്കിലും സർക്കാരുമായിട്ടുള്ള കരാർ അനുസരിച്ച്, ഓരോ കരാർ അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ HMTയിൽ സംഭവിച്ചത് അത് ഫ്രീ ആയിട്ട് വിൽക്കുകയായിരുന്നു സംഭവിച്ചത്. അതുകൊണ്ടാണ് ഇതിൽ എത്തിക്കൽ പ്രശ്നം ഉണ്ടാവുകയും കോടതിയിൽ പോവുകയും സർക്കാർ തൂക്കുകയും ജയിക്കുകയും മാറി മാറി വരികയൊക്കെ ചെയ്തത്. ഇത് പക്ഷേ പൊസഷനാണ്. ആ പൊസഷനായിരിക്കുന്ന ഭൂമിയിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യണം, നിങ്ങൾക്ക് ഈ സാധനം ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. അതിനുശേഷം പിന്നെ സംഭവിക്കുന്നത് കാര്യമായ പരിപാടികളൊന്നും നടന്നിട്ടില്ല എന്നാണ് അവിടെ നിന്നുള്ള പത്രവാർത്തകൾ മുമ്പ് വന്നിരുന്നത്. ഇപ്പോൾ KN ജഗദീഷ് ഉന്നയിക്കുന്നു അതാണ്. പക്ഷേ BPL ഇന്ന് ഒരു വിയോജനക്കുറിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കിയിട്ടുണ്ട്. അവർ പറയുന്നത് ഞങ്ങളതിൻ്റെ ഫോട്ടോഗ്രാഫുകൾ കാണിക്കാം, ഞങ്ങൾ അവിടെ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഫോട്ടോഗ്രാഫ് വരട്ടെ, അപ്പോൾ നമുക്കതിൻ്റെ ബാക്കി പറയാം. പക്ഷേ തൽക്കാലം നമ്മുടെ മുമ്പിലുള്ള ഒരു വസ്തുത, ഈ ഭൂമി കുറച്ചു കാലം കഴിയുമ്പോൾ വൻ ലാഭത്തിന് വേറെ ആർക്കൊക്കെ വിറ്റു എന്നാണ്. ഇതെങ്ങനെ സംഭവിച്ചു? പൊസഷനാണല്ലോ, പൊസഷനായ ഭൂമിയാണ്, നിങ്ങൾക്ക് വിൽക്കാൻ അവകാശമില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുക? കേരളത്തിലാണെങ്കിൽ പൊസഷനുള്ള ഭൂമി നിങ്ങൾക്ക് അങ്ങനെ വിൽക്കാൻ പറ്റില്ല. പരാതിയിൽ പറയുന്ന അനുസരിച്ചാണെങ്കിൽ 2004 ആകുമ്പോഴേക്കും BPL ഇന്ത്യ ലിമിറ്റഡ് അവർ സർക്കാരിനെ സമീപിക്കുകയാണ്. ഇത് ചോദിക്കുന്നത് ഇതിൻ്റെ ഉടമസ്ഥാവകാശം കൂടി വേണം എന്ന് പറഞ്ഞ് സർക്കാരിനെ സമീപിക്കുന്നു. അത് ആദ്യം ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഈ ഭൂമി ഈട് വെച്ച് ലോൺ എടുക്കാൻ അവസരം വേണമെന്നാണ്. അത് ബാങ്ക് ഓഫ് ബഹ്റൈൻ ആൻഡ് കുവൈറ്റിലെ ബാങ്കിൽ ഈട് വെച്ച് ഭൂമി ലീസിന് വെച്ചിട്ട് പൈസ എടുക്കാൻ അനുവദിക്കണം എന്നാണ്. അത് സർക്കാർ സമ്മതിക്കുന്നു. അതാണ് ആദ്യം. പൊസഷനായിരുന്ന ഭൂമി ആദ്യം ഈട് വെച്ച് പൈസ എടുക്കാൻ അനുവദിക്കുന്നു. അങ്ങനെ അനുവദിച്ചു എന്നാണ് KN ജഗദീഷിൻ്റെ പരാതിയിൽ പറയുന്നത്. 2006 ആകുമ്പോഴേക്കും ഈ ചിത്രം മാറുകയാണ്. ഈ പറഞ്ഞ കാര്യം നടന്നത് 2004-ലാണ്. 2006 ആകുമ്പോൾ ഈ ചിത്രം മാറുന്നു. ഒരു അപേക്ഷ കൂടി പോവുകയാണ്. ഈ ഭൂമി സ്വന്തമായി വേണം, ഞങ്ങളുടെ പേരിൽ വേണം എന്നാവശ്യപ്പെടുന്നു. അതും സർക്കാർ അനുവദിക്കുന്നു 2006. 2006 ഇത് അനുവദിച്ചതിന് ശേഷം BPL ഇന്ത്യ ലിമിറ്റഡ് സോൾഡ് 175 ഏക്കറാണ്. അതിൽ 87.somewhat acres of land to Maruti Suzuki India Limited for a price of 275 crores. നേരത്തെ 175 ഏക്കർ ഭൂമി ആകെ 6 കോടിക്കാണ് വാങ്ങിച്ചത്. 95-96 സമയത്താണ്. ഇത് നിയമവിരുദ്ധമാണെന്ന് വെച്ചാൽ അല്ലല്ലോ. കാരണം ഇതിനെല്ലാം സർക്കാരിന് അനുമതിയുണ്ട്. ആദ്യം സർക്കാർ ലീസിന് അനുമതി കൊടുക്കുന്നു, മോർഗേജ് ചെയ്യാൻ അനുമതി കൊടുക്കുന്നു, പണയം വയ്ക്കാൻ അനുമതി കൊടുക്കുന്നു. അതിനുശേഷം ഭൂമി സ്വന്തം പേരിലാക്കാനുള്ള അനുമതി കൊടുക്കുന്നു. അങ്ങനെ സർക്കാർ അനുവദിച്ചു. സർക്കാർ അനുവദിച്ച ശേഷം അത് വിൽക്കുമ്പോഴേക്കും വലിയ അത് തന്നെ ഒരു വ്യവസായമായി മാറുകയാണ്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് മുറിച്ച് ഭൂമി വിറ്റു എന്നുള്ളതാണ് ജഗദീഷിൻ്റെ പരാതിയിൽ പറയുന്നത്. 33 ഏക്കർ പിന്നീട് 2009-10 ആകുമ്പോഴേക്കും, മറ്റേ 2011-ലാണ്, അതിനു മുമ്പ് 2009-10 33 ഏക്കർ വീണ്ടും ആദ്യം സുസുക്കിക്ക് വിറ്റത് 33 ഏക്കറാണ്. അതിനുശേഷം BOC ഇന്ത്യ, ജിൻഡ അലൂമിനിയം ഗ്രൂപ്പ്, ഇങ്ങനെ ഇവർക്കെല്ലാം 2011 അവസാനം ഈ ഭൂമി മുഴുവൻ വിറ്റ് കഴിഞ്ഞു. ഇതാണ് ഈ കഥയുടെ രക്തച്ചുരുക്കം. ഇതിനെല്ലാം
സംസ്ഥാന സർക്കാർ കൂട്ടുനിന്നും ഇതൊരു വലിയ വിഷയമാണെന്നാണ് പറയുന്നത്. 2016 കർണാടകത്തിലെ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കപ്പെട്ടതാണ്. അതിൻ്റെ പേരിൽ വലിയ വാദപ്രതിവാദങ്ങൾ നടന്നതാണ്. ഈ 95 സമയത്ത് ഈ ഭൂമി കൊടുത്തപ്പോൾ തന്നെ വലിയ തർക്കവും കേസുമൊക്കെ ഉണ്ടായതാണ്. അത് തങ്ങൾ ജയിച്ചു എന്നാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ കമ്പനി പറയുന്നത്. എന്തോ ആട്ടെ, പക്ഷേ ഈ വിഷയത്തിൻ്റെ മർമ്മം ഇരിക്കുന്നത് കഴിഞ്ഞ 55 വർഷത്തിനിടയ്ക്ക് 1,55,000 ഏക്കർ കർഷക ഭൂമി 1,55,000 കർഷക ഭൂമി സർക്കാരിൻ്റെ ഇത്തരം ആവശ്യങ്ങൾക്ക് ഭൂമി അക്വയർ ചെയ്യുന്ന കർണാടക ബോർഡ് ഏറ്റെടുക്കുകയും അത് പലർക്കായി ഇതുപോലെ വിറ്റുകൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഗൗരവമായ ആരോപണം. രാജീവ് ചന്ദ്രശേഖറിനകത്ത് ചെറിയ മീനോ വലിയ മീനോ ആയിക്കോട്ടെ, പക്ഷേ 175 ഏക്കറല്ല 1,55,000 ഏക്കർ ഭൂമി ഇങ്ങനെ പലർക്കായി കൊടുത്തു എന്നുള്ളതാണ് ആക്ഷേപം. അത് വളരെ ഗൗരവമായ കാര്യമാണ്. കേരളത്തിൽ ഒരു HMT ലാൻഡ് ഡീൽ ഇതിലും എത്രയോ ചെറുതാണ്, വെറും 70 ഏക്കർ ഭൂമിയാണ്. അതുണ്ടാക്കിയ പൊല്ലാപ്പ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. എത്ര വർഷം ഇതിൻ്റെ പേരിൽ വലിയ വിവാദങ്ങൾ നടന്നു. ഇവിടെ 1,55,000 ഏക്കർ ഭൂമി കർഷകരുടെ ഭൂമി ഇങ്ങനെ പോയി എന്നാണ് പറയുന്നത്. കർഷകർക്ക് കൊടുത്തത് 1,10,000 രൂപ, രാജീവ് ചന്ദ്രശേഖർ വാങ്ങിക്കുമ്പോൾ 6 കോടി, അതിനുശേഷം വിൽക്കുമ്പോൾ 300 ചില്ലുവാനം കോടി അത്രയുമായി മാറുന്നു. ഇതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ പ്രതികളാണെങ്കിൽ രാഷ്ട്രീയക്കാരാവേണ്ടതാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഭൂമി കച്ചവടം നടക്കുക? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനൊരു അനുമതി കൊടുക്കാനാവുക? അതെങ്ങനെയാണ്? അതിൻ്റെ പിന്നിലുള്ള കളികൾ എന്തൊക്കെയാണ്? അത് അന്വേഷിക്കണമെന്നും കണ്ടുപിടിക്കണമെന്നുമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതിന് BPLൻ്റെ ഒരു വിയോജനക്കുറിപ്പ് വന്നിട്ടുണ്ട്. ഇത് വാർത്ത ശരിയല്ല. ഈ സ്ഥലത്ത് ഞങ്ങൾ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. 450 കോടി രൂപ ഞങ്ങളവിടെ ചിലവാക്കി. ജഗദീഷ് പറയുന്നത് 4 ഷെഡ് അടിച്ചു വെച്ചിട്ടുണ്ടെന്നാണ്. എന്തായാലും ചിത്രങ്ങളുമായി 2 കൂട്ടരും വരട്ടെ. 4 ഷെഡാണോ 450 കോടിയുടെ കെട്ടിടമാണോ നടന്നതെന്നറിയാം. പക്ഷേ ഒരു കാര്യം കൂടി ഇതിനകത്ത് അത്ഭുതകരമായി തോന്നുന്നു. BPCL is deeply distressed by efforts to drag Mr. Rajiv Chandrasekhar's name into the issue. Mr. Chandrasekhar has not been associated with BPL Limited in any financial, shareholding or fiduciary or in any capacity. നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് BPCLൻ്റെ അടുത്ത ഘട്ടത്തിലെ വളർച്ചയുടെ ബ്രെയിൻ രാജീവ് ചന്ദ്രശേഖർ എന്നാണ്. മാത്രമല്ല, ഞാൻ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ BPCLൻ്റെ തലച്ചോറ്, അമേരിക്കയിൽ നിന്ന് പഠിച്ചു വന്ന BPCLൻ്റെ തലച്ചോറെന്ന് പറഞ്ഞാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്, വിശേഷിപ്പിക്കുന്നത്. പോസ്റ്ററുകളിലും അങ്ങനെ ഉണ്ടെന്നാണ്, നോട്ടീസുകളിലും അങ്ങനെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്ന് മാത്രമല്ല, നിങ്ങളിപ്പോൾ നോക്കിയാലും BPL മൊബൈൽ ആരാണ് ലോഞ്ച് ചെയ്ത്? രാജീവ് ചന്ദ്രശേഖറാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അച്ഛൻ്റെ കമ്പനിയാണിത്. ആ വിവാഹത്തോടു കൂടിയാണ് അദ്ദേഹം ഈ കമ്പനിയിലേക്ക് വരുന്നത്. എല്ലാം ഉണ്ട്. നമ്പ്യാരുടെയാണ്. നമുക്കറിയാവുന്ന ആളാണ്. കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു പേര് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ അമ്മായി അച്ഛൻ. അപ്പോൾ ഇത് മനസ്സിലാകുന്നില്ല. ഇനിയിപ്പോൾ ടെക്നിക്കലി ഇതുമല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP രാഷ്ട്രീയ നേതൃത്വം മുഴുവൻ പറഞ്ഞത് ശരിയല്ല. താങ്കളല്ല BPLുമായി ഒരു ബന്ധവുമില്ല എന്നാണ് പറയുന്നത്. അത് രാജീവ് ചന്ദ്രശേഖർ തന്നെ വ്യക്തമാക്കുമെന്നാണ്. അദ്ദേഹത്തെ കാത്ത ഒരു പിടി ചോദ്യങ്ങളുണ്ട്. അദ്ദേഹം ഇന്ന് വാർത്താസമ്മേളനം വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു, വിളിച്ചില്ല. നാളെ വിളിക്കും. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തത വരട്ടെ. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം, കൃഷിഭൂമി ഏറ്റെടുക്കുക, അത് ഒരാൾക്ക് പൊസഷൻ കൊടുക്കുക, പിന്നീട് അദ്ദേഹത്തിന് അത് മോഡ്ഗേജ് അനുമതി കൊടുക്കുക, പിന്നീട് അദ്ദേഹത്തിന് അതിൻ്റെ ഉടമസ്ഥാവകാശം കൊടുക്കുക. ഇത് രാഷ്ട്രീയമായി സർക്കാർ എടുത്ത തീരുമാനമാണ്. ഇതെങ്ങനെ ശരിയാകും എന്നുള്ളതാണ് ഇതിനകത്തെ $1 million ക്വസ്റ്റ്യൻ. ഇങ്ങനെ എത്ര പേർ, ഞാൻ കേട്ടുള്ളത് കർണാടകത്തിൽ ഇതാണ് പരിപാടി എന്നാണ്. അതെന്തൊരു വിചിത്രമായൊരു രീതിയാണ്. കാർഷിക ഭൂമി 1,50,000 ഏക്കർ കാർഷിക ഭൂമി ഇങ്ങനെ പല കൈ മറിയുന്ന ഒരു രീതി കേരളം എന്തായാലും അനുവദിക്കാൻ സാധ്യതയില്ല. കേരളത്തിൽ അങ്ങനെ ഒരു പരിപാടിയില്ല. കേരളത്തിൻ്റെ രീതി അതല്ല. കേരളത്തിൽ ഓരോ ഇഞ്ച് ഭൂമിക്കും കണക്ക് പറയുന്ന, തിരിച്ചു പിടിക്കാൻ പറ്റുമെങ്കിൽ തിരിച്ചു പിടിക്കുന്ന രാഷ്ട്രീയ നേതൃത്വമാണുള്ളത്. രാജീവ് ചന്ദ്രശേഖർ അങ്ങനെയുള്ള ഒരു കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ്. അതുകൊണ്ട് ഈ കാര്യത്തിലുള്ള അവ്യക്തത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം തീർക്കണം. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കണം. Meet the editors.